ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ശങ്കർപാലിയാണ്. ഈ സ്നാക്സിൻ്റെ പേരാണ് ശങ്കർപാലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദ അരിച്ചെടുത്തിട്ടുണ്ട്, ഇടഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദ എല്ലാം ഇടഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പാലും പഞ്ചസാരയും കൂടെ മെൽട്ടാക്കി വെച്ചേക്കുന്നതാണ്. അതിലേക്ക് കുറച്ച് ഗീയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. പാലും പഞ്ചസാരയും ഗീയും കൂടാണത്. എന്നിട്ട് ഈ മൈദ നമ്മൾ കുഴച്ചെടുക്കണം നന്നായിട്ട്. പാലും ഷുഗർ സിറപ്പും നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് ഈ മൈദ കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കില്ല, ഇച്ചിരി കട്ടിയിലാണ്. പരത്താൻ നല്ല പാടാണ്. എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ട് പിന്നെയും ഫോൾഡ് ചെയ്ത് അതിൻ്റെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇതിങ്ങനെ മടക്കി മടക്കി പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ലെയർ കിട്ടാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പരത്തത്തില്ലേ, അതുപോലെ ഇങ്ങനെ നല്ല തിക്കായിട്ട് വേണം പരത്താൻ. ഒത്തിരി അങ്ങ് കനം കുറച്ചല്ല പരത്തേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നേരെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ട്രയാങ്കിൾ ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഒക്കെ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പത്തല അങ്ങനെ കനം കുറച്ചല്ല പരത്തേണ്ടത്, നല്ല കട്ടി വേണം. അപ്പോൾ നമുക്കിത് എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ലെയറായിട്ട് ഇത് കിട്ടും. ഉൾഭാഗം നമ്മളൊരു ബിസ്ക്കറ്റ് പോലെയാണ് ഇത്. എന്നിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കിയിട്ട് ഇത് ഇട്ട് കൊടുക്കണം. പക്ഷേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. എന്നുവെച്ചാൽ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അത് കുറച്ച് ഇട്ടിട്ടേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പേര് പോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള സാധനമാണ്. ഇതിൻ്റെ പേരാണ് ഹൈലൈറ്റ്, ശങ്കർപാലി. നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരുടെ പേരാണ് ശങ്കർപാലി എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, ഓരോ ലെയറായിട്ട് നമ്മൾ ഇത് എണ്ണയ്ക്കകത്ത് ഇടുമ്പോഴത്തേക്കും നന്നായിട്ട് പൊന്തി വരും. നമ്മൾ ഈസ്റ്റോ സോഡാ പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഇതിങ്ങനെ അകം നല്ല ലെയറായിട്ട് കിട്ടും. കണ്ടോ, ഇങ്ങനെ എടുക്കണം. ഇത് ദീപാവലിക്ക് ഇവിടുത്തെ മെയിൻ ഐറ്റംസാണ്. അപ്പം ദീപാവലിയുടെ നമ്മുടെ രണ്ടാമത്തെ ഐറ്റംസും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്.